ഇന്ന് നമുക്ക് 4850 റേഞ്ചിൽ വന്നിരിക്കുന്ന നോയൽ ടസറിൽ വന്നിരിക്കുന്ന സാരീസിൻ്റെ കളക്ഷനാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ഫംഗ്ഷൻ വെയർ ആയിട്ടും അല്ലാതെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സാരീസാണ് നമുക്ക് നോയൽ ടസർ സാരീസ്. ഡിഫറെൻറ്റ് പാറ്റേൺസും ഡിഫറെൻറ്റ് ഡിസൈൻസും ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വന്നിരിക്കുന്നത് നമുക്ക് ഇതേപോലെ ഒരു ബേബി പിങ്ക് ടോണിൽ വന്നിരിക്കുന്ന സാരി. ബേബി പിങ്ക് ടോണിൽ ഇതുപോലെയാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ എംബ്രോയ്ഡറി വർക്ക് വരുമ്പോൾ ഇങ്ങനെയാണ്. ഓൾ ഓവർ ദ ബോഡിയിൽ ഇതേപോലെ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക്. 4850 ആണ് ഇതിൻ്റെ റേഞ്ച് വന്നിരിക്കുന്നത്. ഫുൾ ബോഡിയിൽ ഇങ്ങനെ ഈ വർക്ക് വരും. വർക്ക് ഒന്ന് ക്ലോസ് അപ്പ് കാണിച്ചു. ഇങ്ങനെയാണ് വർക്ക് വരുന്നത്. അതിൻ്റെ മുന്താണി വരുമ്പം ഇതേപോലെയാണ് മുന്താണി വരുന്നത്. മുന്താണിയിലേക്ക് ഇങ്ങനെ ഒരു സ്ട്രൈപ്സ് പാറ്റേണിലാണ് മുന്താണിയുടെ ഡിസൈൻ. ഒരു ജൂട്ട് വീവ് പാറ്റേണിലാണ് മുന്താണിയുടെ ഡിസൈൻ വന്നിരിക്കുന്നത്. ഇതിൻ്റെ നമുക്ക് ഇങ്ങനെ വരും. ഇതിൻ്റെ പ്ലീറ്റ്സ് എടുക്കുന്ന പോർഷനിലേക്ക് വരുമ്പോൾ ഇതേപോലെ ഹാഫ് പോർഷനിലാണ് നമുക്ക് എംബ്രോയ്ഡറി വർക്ക്. അതിന് ക്ലോസർ വ്യൂ കാണിക്കണ്ട, കണ്ടോ? ഇതേപോലെ ഹാഫ് പോർഷനിലാണ് നമുക്ക് വർക്ക് വരുന്നത്. ബ്ലൗസിൻ്റെ സ്ലീവ് എൻഡിലും നമുക്ക് ഇതേപോലെയുള്ള വർക്ക് വരും. ബ്ലൗസിൻ്റെ സ്ലീവ് എൻഡിൽ കൊടുത്തിരിക്കുന്ന വർക്ക്. ഇതൊരു ബേബി പിങ്ക് ടോണിലേക്ക് വരുന്ന സാരിയാണ് കേട്ടോ. 4850 റേഞ്ചിൽ വരുന്ന സാരീസ്. അടുത്തത് വരുന്നത് ആ സെയിം ഡിസൈൻ തന്നെ ഒരു പേർപ്പിൾ ഷെയ്ഡിലേക്ക് വരും. പാറ്റേൺ എല്ലാം സെയിം തന്നെയാണ്, കളറിൽ മാത്രമുള്ള ഡിഫറൻസേ ഉള്ളൂ. ഇതിനകത്ത് എംബ്രോയ്ഡറി വർക്ക് വന്നിരിക്കുന്ന കളർ കോംബോയിലും ഡിഫറൻസ് വന്നിട്ടുണ്ട്. ഒരു മെറൂൺ, ഒരു ലാവൻഡർ, പേർപ്പിൾ കോമ്പിനേഷനിലാണ് അതിൻ്റെ വർക്ക് വന്നിരിക്കുന്നത്. $4850. ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള സാരീസാണ്. നമുക്ക് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള സാരീസ് ഇഷ്ടമുള്ളവർക്ക് നല്ലൊരു സാരി കേട്ടോ. ഇതൊക്കെ വരുമ്പോൾ ഒരു ഗ്രീൻ, ഒരു ചെറുപയർ പച്ചയുടെയൊക്കെ ഒരു ഗ്രീൻ ഇല്ലേ, ആ ഒരു ടോൺ. ഓൾ ഓവർ ദ ബോഡി ഈ ഒരു സെയിം എംബ്രോയ്ഡറി വർക്കാണ് ഓൾ ഓവർ ദ ബോഡിയിൽ വരുന്നത്. എല്ലാ സാരിയിലും പ്ലീറ്റ് എടുക്കുന്ന പോർഷനിൽ ഹാഫ് പോർഷനിലാണ് വർക്ക് വരുന്നത് കേട്ടോ. ഇതും അതുപോലെ തന്നെയാണ്. ഇതിൻ്റെ സ്ലീവ് എൻഡിൽ ഈ ഒരു എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത്. അടുത്തത് വരുന്നത് നമുക്ക് അതിൻ്റെ ബ്ലാക്ക്, നല്ലൊരു ജെറ്റ് ബ്ലാക്ക് ടോൺ. ജെറ്റ് ബ്ലാക്ക് ടോണിൽ ബ്ലാക്കിൽ തന്നെ വന്നിരിക്കുന്ന എംബ്രോയ്ഡറി വർക്ക്. മുന്താണി ഇതേപോലെ തന്നെ വരും. സെയിം പാറ്റേൺ തന്നെയാണ്. വർക്കിൻ്റെയൊക്കെ ഡിസൈനൊക്കെ സെയിം പാറ്റേൺ തന്നെ. ഇതും പ്ലീറ്റ്സ് എടുക്കുന്ന പോർഷനിൽ ഇങ്ങനെ പകുതി ഹാഫായിട്ടാട്ടോ വർക്ക് വരുന്നത്. ഇതേപോലെയാണ് എംബ്രോയ്ഡറി വർക്ക് വരുന്നത് പ്ലീറ്റ്സ് എടുക്കുന്ന പോർഷനിൽ. 4850 ആണ് ഇതിൻ്റെ എല്ലാം റേറ്റ് വരുന്നത്. അടുത്തത് വരുന്നത് നമുക്ക് ഒരു ലീഫ് ഗ്രീൻ്റെയൊക്കെ ഒരു ഡാർക്കർ ടോണിലേക്ക് വരും. അതിനകത്ത് ബോഡിയിൽ വരുമ്പോൾ ഇതേപോലെ ഒരു എംബ്രോയ്ഡറി വർക്കാണ് ബോഡിയിൽ വന്നിരിക്കുന്നത്. ഫുൾ ഇതേപോലെ ഒരു എംബ്രോയ്ഡറി വർക്ക് ബോഡിയിൽ വരും. മുന്താണി വരുമ്പോൾ ഇതേപോലെയാണ് മുന്താണിയിൽ വർക്ക് വരുന്നത്. നല്ല ചെറിയൊരു വർക്ക്, നല്ല ഭംഗിയുള്ളൊരു സാരീസാട്ടോ. പ്ലീറ്റ്സ് എടുക്കുന്ന പോർഷനിലേക്ക് വരുമ്പോൾ ഇതേപോലെ ഹാഫായിട്ടാണ് വർക്ക് വരുന്നത്. ഇതേപോലെ ഇതിൻ്റെ നമുക്ക് ബ്ലൗസിൻ്റെ സ്ലീവ് എൻഡിൽ ഇങ്ങനെ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട്. ബ്ലൗസിൻ്റെ സ്ലീവ് എൻഡിലും ആ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട്. എല്ലാം സെയിം റേറ്റ് തന്നെയാണ് കേട്ടോ. അടുത്തത് വരുന്ന അതിൻ്റെ ഒരു ലൈറ്റ്ലി ഒരു ബ്രിക്ക് ഓറഞ്ച് ചേർന്ന ഒരു ഷെയ്ഡ്, സെയിം പാറ്റേൺ. അടുത്തത് വരുന്നത് അതിൻ്റെ ഒരു മെഹന്തി ഗ്രീൻ ഷെയ്ഡ്, ഒരല്പം ഒരു ബ്രൗണും മെഹന്തി ഗ്രീനും കൂടെ ചേർന്ന ഒരു ഷെയ്ഡ്. വേറെ അല്ലേ, ഒരു മെഹന്തി ഗ്രീൻ ആൻഡ് ബ്രൗൺ ചേർന്നിട്ടുള്ളൊരു ഷെയ്ഡ്, സെയിം പാറ്റേൺ. അടുത്തത് വരുന്നത് അതിൻ്റെ ഒരു ബ്ലൂയിഷ് ഗ്രേയിലേക്ക് വരും. ഒരു ഗ്രേ ടോൺ, അല്പം ഒരു ബ്ലൂ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഒരു ഗ്രേ. 4850 വരുന്ന സാരീസാണ് ഇതെല്ലാം. അടുത്ത് വരുന്ന അതിൻ്റെ ഒരു ലെമൺ യെല്ലോ,
ഒരു ലെമൺ യെല്ലോ ഷെയ്ഡ്, അടുത്തത് വരുന്നത് അതിൻ്റെ ഒരു ഗ്രേ, ഗ്രേ ആദ്യം കാണിച്ച അല്പം കൂടെ ബ്ലൂ ചേർന്നിട്ടുള്ളൊരു ഗ്രേ ആയിരുന്നു. ഇത് എക്സാക്ട്ലി ഗ്രേ. എല്ലാം എംബ്രോയ്ഡറി വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന സാരീസാണ്. അടുത്തത് വരുന്നതും ഒരു മെഹന്തി ഗ്രീൻ ഷെയ്ഡിലേക്ക് വരുന്ന ഒരു സാരി. അതെ, മെഹന്തി ഗ്രീൻ ഷെയ്ഡ്. അടുത്തത് വരുന്നത് ഒരു പീക്കോക്ക് ഗ്രീൻ ഷെയ്ഡിലേക്ക് വരും. പീക്കോക്ക് ഗ്രീൻ ഷെയ്ഡിലേക്ക് ഇതുപോലെയാണ് അതിനകത്ത് എംബ്രോയ്ഡറി വർക്ക് വരുന്നത്. പീക്കോക്ക് ഗ്രീനിൽ ആ ഒരല്പം കൂടെ ലൈറ്റ് ടോണിലേക്ക് വന്നിരിക്കുന്ന എംബ്രോയ്ഡറി വർക്ക്. ഇതിൻ്റെയും ബ്ലൗസിൻ്റെ സ്ലീവെൻ്റ് വരുമ്പോൾ നമുക്ക് ഇതേപോലെ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കൈയുടെ സ്ലീവെൻ്റിൽ ഈ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട്. പ്ലീറ്റ്സ് എടുക്കുന്ന പോർഷനിൽ ഇതേപോലെ ഹാഫ് പോർഷനിൽ വർക്ക് വരും. പീക്കോക്ക് ഗ്രീൻ. അടുത്തത് വരുന്നത് നമുക്ക് ബേബി പിങ്കിൽ തന്നെ വരുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ. ബേബി പിങ്കിൽ ഒരു വെർട്ടിക്കൽ പാറ്റേണിൽ വന്നിരിക്കുന്ന ഡിസൈൻ. ഇതിനകത്ത് നമുക്ക് ബ്ലൗസിൻ്റെ സ്ലീവെൻ്റ് വരുമ്പോൾ ഇവിടെ ബ്ലൗസിൻ്റെ സ്ലീവെൻ്റിൽ ഈ ഒരു വർക്കാണ് കൊടുത്തിരിക്കുന്നത്. ബ്ലൗസിൻ്റെ സ്ലീവെൻ്റിൽ അടുത്തത് വരുന്നത് ഇതൊരു ബ്രൗണിൻ്റെ ഒരു ഷെയ്ഡിലേക്ക് വരും. അതിനകത്തൊരു ഗ്രേ ടോണിൽ ഇതേപോലെയുള്ള ഒരു എംബ്രോയ്ഡറി വർക്ക്. ഇതിൻ്റെയും ബ്ലൗസിൻ്റെ സ്ലീവെൻ്റിൽ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ബ്ലൗസിൻ്റെ സ്ലീവെൻ്റിൽ കൊടുത്തിരിക്കുന്ന വർക്ക്. ഭയങ്കര ബ്രൗൺ അല്ല കേട്ടോ, അല്പം ഒരു പിങ്കും ബ്രൗണും കൂടെയൊക്കെ ചേർന്ന പോലുള്ളൊരു ഷെയ്ഡാണ്. അടുത്ത് വരുന്നത് ഒരു ഒലിവ് ഗ്രീൻ ഷെയ്ഡിലേക്ക് വരുന്ന സാരി. ഇതാണ് ഓൾ ഓവർ ദ ബോഡിയിൽ ഈ ഒരു എംബ്രോയ്ഡറി വർക്ക് വരും. ഇതിൻ്റെയും ബ്ലൗസിൻ്റെ സ്ലീവെൻ്റിൽ ഈ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതേപോലെ. അടുത്ത് വരുന്നത് ഒരു ബ്രൗൺ, ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ്. ബ്രൗൺ ഷെയ്ഡിൽ ഇതേപോലെയാണ് എംബ്രോയ്ഡറി വർക്ക് വന്നിരിക്കുന്നത്. പ്ലീറ്റ്സ് എടുക്കുന്ന പോർഷനിൽ ഇങ്ങനെ ബ്ലൗസിൻ്റെ സ്ലീവെൻ്റിൽ ഈ ഒരു വർക്കാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ബ്രൗൺ ഷെയ്ഡ്. അതിൻ്റെ തന്നെ ഗ്രേ ടോൺ, സെയിം പാറ്റേൺ. നോയൽ ടസറിൻ്റെ സാരീസ് നമുക്ക് ഫങ്ഷൻ വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. അല്ല നമുക്കൊരു ഓഫീസ് വെയർ ആയിട്ടും അല്ലാതെയൊക്കെ ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം കേട്ടോ. അടുത്തത് വരുന്നത് ഇതൊരു ബേജും ബ്രൗണും കൂടെ ചേർന്ന ഒരു ടോൺ. ഇതാണ് അതിൻ്റെ ഓൾ ഓവർ ദ ബോഡി ഇതേപോലെ എംബ്രോയ്ഡറി വർക്ക് വരും. പ്ലീറ്റ്സ് എടുക്കുന്ന പോർഷനിൽ ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ നമുക്ക് ബ്ലൗസിൻ്റെ സ്ലീവെൻ്റിൽ ഈ ഒരു വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ബ്ലൗസിൻ്റെ സ്ലീവെൻ്റിലെ വർക്ക് ഇത് വരും. ഒരു ബേജ് ആൻഡ് ബ്രൗൺ കോമ്പിനേഷൻ. അതിൻ്റെ തന്നെ കളർ ചേഞ്ച് പെട്ടെന്ന് കാണിച്ചു. ഒരു ഒലിവ് ഗ്രീൻ ഷെയ്ഡിലേക്ക് വരുന്ന ഷെയ്ഡ് സാരി. അടുത്തത് ബേജ്. ഇതിനകത്തെ ഡിസൈൻ അല്പം ഡിഫറെൻ്റ് ആണ്. ബേജ് ഇതാണ് ഇതിനകത്തെ ഡിസൈൻ വരുന്നത്. ഇങ്ങനെ വരും. ഒരു ക്രോസ് സ്റ്റിച്ച് എംബ്രോയ്ഡറി ഡിസൈനിലേക്കാണ് വരുന്ന ബേജ്. അടുത്തത് വരുന്നത് അതിൻ്റെ ഒരു സീ ഗ്രീൻ ഷെയ്ഡ്. ഇതാണ് എംബ്രോയ്ഡറി വർക്ക് വരുന്നത്. ഒരു സീ ഗ്രീൻ്റെ ഷെയ്ഡ് ഇങ്ങനെ വരും എംബ്രോയ്ഡറി. അല്പം ഡാർക്ക് സീ ഗ്രീനിലേക്ക് വരുന്ന എംബ്രോയ്ഡറി. ബ്ലൗസിൻ്റെ സ്ലീവെൻ്റ് ഇതാണ് വരുന്നത്. ലാസ്റ്റ് സാരി ഇതും ഒരു പിങ്കും ബ്രൗണും കൂടെയൊക്കെ ചേർന്ന ഒരു ഷെയ്ഡ്. അതിനകത്ത് ഇതേപോലെയാണ് എംബ്രോയ്ഡറി വർക്ക് വന്നിരിക്കുന്നത്. ഒരു ഗ്രേ ആൻഡ് ബേജ് ടോണിൽ വന്നിരിക്കുന്ന എംബ്രോയ്ഡറി വർക്ക്. ഇതിൻ്റെ ബ്ലൗസിൻ്റെ സ്ലീവെൻ്റ് വരുമ്പോൾ ഇതാണ് ബ്ലൗസിൻ്റെ സ്ലീവെൻ്റിൽ വന്നിരിക്കുന്ന വർക്ക്. നമുക്ക് കൊടുക്കാൻ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സാരീസാണ്. ലൈറ്റ് വെയ്റ്റ് ആണ്. ചൂടൊന്നും എടുക്കുന്ന സാരീസ് അല്ല. പ്യുവർ നോയൽ ടസറിൽ വരുന്ന സാരീസ്. ഇതിനകത്ത് ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം. താങ്ക് യു.